ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന പർച്ചേസ് ഒരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തപ്പോൾ, നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ആദ്യം കുറച്ച് സംഭവങ്ങൾ മേടിക്കണമായിരുന്നു. അത് ഞങ്ങൾ തലേ ദിവസം തന്നെ മേടിച്ച് വെച്ചു. സോ അതൊരു പർച്ചേസിങ് വീഡിയോ അല്ല, ഞങ്ങളുടെ അടിപൊളി ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. അതിൻ്റെ തുടക്കമാണ് ഈ കാണുന്നത്. ഞങ്ങളെല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് വണ്ടിയിലിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ട്രിപ്പ് തുടങ്ങി നമ്മൾ ആദ്യം നേരെ വെച്ച് പിടിച്ചത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഫാം ഹൗസിലോട്ടാണ് കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ ഫാം ഹൗസ്, ഞങ്ങളുടെ കിഡിലൻ ഫാം ഹൗസ്, മൗണ്ടൻ വ്യൂ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കെ പരിവാർ. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് വീണ്ടും ജബൽ ഷംസിൽ തന്നെയാണ് ഗൈസ്. ഞങ്ങളൊരു കുറച്ച് നാൾ മുമ്പ് ജബൽ ഷംസിൽ വന്നിട്ടുള്ളൊരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ഇപ്രാവശ്യം ഇവിടേക്ക് വരാനായിട്ടുള്ള കാരണം ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു. നമുക്കിവിടെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ എല്ലായിടത്തും ഭയങ്കര ചൂടാണ്. അപ്പോൾ എവിടേക്ക് ഈദ് വെക്കേഷൻ എവിടേക്ക് പോകാൻ നോക്കിയാലും ഈ ചൂട് കാരണം കൊണ്ട് നമുക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തമ്മിൽ ഭേദം എന്ന് വെച്ച് നമ്മൾ നോക്കിയപ്പോൾ നല്ലൊരു പ്ലേസ് ആയിട്ട് എല്ലാവർക്കും ചോയ്സ് ഫസ്റ്റ് വന്നത് ജബൽ ഷംസ് ആണ്. ഇവിടെ ടെമ്പറേച്ചർ ഇപ്പോൾ വരുന്നത് 25-26 ഒക്കെയാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ കാറ്റും ഈ ക്ലൈമറ്റും കാണുമ്പോൾ തന്നെ അറിയായിരിക്കും നല്ലൊരു കൂളിംഗ് ടെമ്പറേച്ചറാണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ടുള്ള മെയിൻ റീസൺ. ഈ വീട് അതേപോലെ തന്നെ ഔട്ട്ലുക്ക് കാണാനായിട്ട് അടിപൊളിയാണ്. നല്ല കൺസ്ട്രക്ഷൻ, അതേപോലെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ കുറേ കൃഷിയൊക്കെ ഉണ്ട്, നല്ല ചെടികളുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉൾഭാഗം കണ്ടിട്ടില്ല, നമുക്ക് ഒന്നിച്ച് കയറി കാണാം. ഇവിടെ അനാർജയുടെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഫ്രണ്ടിൽ തന്നെ കണ്ട, പഴുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് കിടക്കാട്ടോ. നമ്മൾ തന്നെ രായാവും, നമ്മൾ തന്നെ പഠിക്കാനും. നമ്മുടെ നേരെ ഒരു ഇടവഴിയിലൂടെ കടന്നു വരുമ്പോൾ ഒരു നല്ല കിടിലൻ ഡൈനിങ് ഏരിയ ഉണ്ട്. ഈ ഡൈനിങ് ഏരിയയിൽ നമുക്ക് തണുപ്പൊക്കെ വരുമ്പോൾ വിറക് കൂട്ടിയിട്ട് കത്തിക്കാനുള്ളൊരു ഏരിയ. എനിക്കതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇവിടെ തണുപ്പ് സമയത്ത് ഒടുക്കത്തെ തണുപ്പായിരിക്കും, കാരണം ഇപ്പോൾ തന്നെ നല്ല ക്ലൈമറ്റാണ് ഇവിടെ. അങ്ങനെ ആ ഡൈനിങ് ഏരിയയിൽ ഒരു ഡോറുണ്ട്, അത് തുറന്നു കഴിഞ്ഞാൽ പുറത്തോട്ടാട്ടോ. അടുക്കളപ്പുറം. ഈ ഫെൻസിങ്ങിന്റെ അപ്പുറത്ത് കാണുന്നത് ഇവരുടെ കുറെ കൃഷി ഏരിയ ആട്ടോ. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഡൈനിങ് ഏരിയനോട് ചേർന്ന് കഴിഞ്ഞാൽ ഒരു കിച്ചൺ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കിച്ചൺ അടിപൊളിയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആവശ്യത്തിനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഗ്യാസ്, ഓവൻ, ഫ്രിഡ്ജ്, അത് മാത്രമല്ലാതെ സ്പൂണുകൾ, കത്തികൾ, പ്ലേറ്റുകൾ, ഗ്ലാസ്സുകൾ, കപ്പുകൾ, അതും പോരാണ്ട് വലിയ പാത്രങ്ങൾ, ഫ്രൈ പാൻ, അതൊക്കെ ഉണ്ടായിരുന്നു. ഫ്ലാസ്കുകൾ ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന എല്ലാ സംഭവവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതൊരു നല്ല മജ്ലീസാണ്. ഇവിടെ നിന്നും പുറത്തോട്ട് ഒരു ഡോറുണ്ട് കേട്ടോ. ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരുപാട് ഡോറുകളുണ്ട് പുറത്തോട്ട് ഇറങ്ങാനും കയറാനും. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. നല്ല ഒരു വിൻറ്റേജ് സെറ്റപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇവിടുത്തെ ഈ സ്റ്റോണൊക്കെ കണ്ട, ഇവിടുത്തെ തന്നെ ജബൽ ഷംസിലെ തന്നെ സ്റ്റോൺ വെച്ചിട്ടാട്ടോ ഇത് പണിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇതുപോലത്തെ കുറേ ബിൽഡിങ്ങുകൾ കാണാനായിട്ട് പറ്റും. ഇവിടുത്തെ സ്റ്റോണുകൾ തന്നെ വെച്ചിട്ട് പണിതിട്ടുണ്ട്. ചെറുപ്പുണ്ട്. സെക്കൻഡ് ബെഡ്റൂം, 2 ബെഡ്റൂമാണ് കേട്ടോ നമ്മുടെ ഫാം ഹൗസിലുള്ളത്. പിന്നെ ഒരു ഹാളും ഒരു മജ്ലീസും, പിന്നെ നോർമൽ കണ്ടല്ലോ കിച്ചൺ, പിന്നെ ഒരു എക്സ്ട്രാ ഡൈനിങ് ഏരിയ ഉണ്ട്. നമുക്ക് പുറത്തൊക്കെ നമ്മൾ ഈ ഹൗസിൻ്റെ മറ്റൊരു വശത്തോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മൾക്ക് ഗ്രില്ലുണ്ടാക്കാനും കൈ കഴുകാനും ക്യാമ്പ് ഫയർ ചെയ്യാനും ഇരുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെയുള്ള സെറ്റപ്പ് ഒരേ സൈഡിലാണ് അവർ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മൊത്തത്തിലുള്ള ആംബിയൻസ് തന്നെ നല്ല രസമാണ്. ഈ കാണുന്നതൊക്കെ അവരുടെ കൃഷികളാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ആ സിറ്റ് ഔട്ടിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് ഇത്. ഇത് ക്യാമറയിൽ എത്രത്തോളം ഭംഗിയാണെന്ന് എനിക്കറിയില്ല, നേരിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൊണ്ടുവന്ന ലഗേജസ് ഒക്കെ ഇറക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ നേരെ ഫുഡ് കഴിക്കാനിരുന്നു. ഉച്ചയ്ക്കത്തെ ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി മേടിച്ചു, ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫുഡിന്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ സ്ഥലത്തുള്ള കൃഷിയൊക്കെ കാണാനായിട്ട് പോയിട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റാസ്ബെറിയാണ് കേട്ടോ. black color is very nice. Very tasty.
So tasty. എല്ലാരും വിളിക്ക് കമോൺ ഇവിടെ നമുക്ക് എന്തൊക്കെ കൃഷിയുണ്ട് ഇവിടെ നമുക്ക് അറിയില്ല എന്തൊക്കെയോ കുറെ കൃഷികളുണ്ട് എനിക്ക് ഈ ഇല കണ്ടിട്ട് ഏതാ ചെടി എന്ന് പറയാൻ അറിയില്ല നല്ല ചെടിയും കാച്ചിട്ടുണ്ട് വിളഞ്ഞോ ചേട്ടാ ഉള്ളിച്ചെടി അവിടെ ഉള്ളിയുടെ ചെടി വഴുതനങ്ങ പച്ചമുളക് മല്ലിയില അങ്ങനെ ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് അറിയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നത് പിയറാണ് കേട്ടോ പിയർ അത്യാവശ്യം ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ ഫാം ഹൗസ് കണ്ട് 100 ഇതിന് 10 വീട്ടിൽ വെക്കാന് ഇവിടുത്തെ എല്ലാ ഫ്രൂട്ട്സും കുറച്ച് കഴിച്ചിട്ട് നമ്മൾ 60 റിയാലുള്ള നമ്മുടെ സ്റ്റേ 100 ആക്കിയിട്ടുണ്ട് നീതു നല്ല അടിപൊളിയായിട്ട് സലാഡ് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അവൾ കുറച്ച് നേരത്തെ സലാഡ് ഉണ്ടാക്കി വെച്ചാലേ ടേസ്റ്റ് ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ സലാഡ് ഉണ്ടാക്കി വെച്ചു എന്നിട്ട് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി ഇവരെല്ലാവരും ഭയങ്കര ഡിസ്കഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് വന്നൊരു കിഡിലൻ സ്പോട്ട് അന്വേഷിച്ചിട്ടായിരുന്നു ഞങ്ങൾ ഇവിടെ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നതാണ് സൺസെറ്റ് കാണാൻ വേണ്ടി അതാണ് പോയിന്റ് എന്നും പറഞ്ഞ് കൊണ്ടു നിർത്തി പക്ഷെ സൺ അവിടെയാണ് ഞങ്ങളുടെ ഫസൽ ചേട്ടന്റെ ഓരോരോ ബുദ്ധിയാണ് ഗൈസ് എന്താവും എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ എന്തായാലും സൺസെറ്റ് കാണാൻ വേണ്ടി എതിർ ദിശയിലോട്ട് നടക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ തൽക്കാലം ഇപ്പോൾ എവിടെയെങ്കിലും ഇരിക്കാമെന്ന് വിചാരിച്ചു ഒരു കിടിലൻ സ്പോട്ട് കണ്ട് പായൊക്കെ ഇട്ട് അവിടെ ഇരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു മല ഉണ്ടായിരുന്നു ആ ഭാഗത്തേക്ക് കയറാമെന്ന് വിചാരിച്ച് ഞാനും നീതും അങ്ങോട്ടേക്ക് കയറിയിട്ടോ അവർ ദോണ്ടെ ഇരിക്കുന്നു താഴെ അങ്ങനെ ഞാനും നീതും കൂടെ പിന്നെയും ആ മല കയറി തുടങ്ങി അത്യാവശ്യം കയറാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ അതിൻ്റെ മേലെ കയറി നിന്നിട്ടുള്ള കാഴ്ച അത് വേറെ തന്നെയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ സൺസെറ്റും കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ നടന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും മല ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ കുറേ പാറകളൊക്കെ കണ്ടു നമ്മൾ ഗ്രാനൈറ്റ് മാർബിള് അതിൻ്റെ ഒരു സ്ട്രക്ചർ പോലെ തോന്നും നമുക്ക് കേട്ടോ പിന്നെ ഞങ്ങൾ ഉയരങ്ങളിൽ പോയി ചായ കുടിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് തന്നെ നഷ്മ ചായ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയൊക്കെ കഴിച്ച് പിന്നെയും കുറേ നേരം അവിടെ ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്തു അങ്ങനെ ഇരുട്ടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വച്ച് പിടിച്ചു വീട്ടിലെത്തി നമ്മളുടെ നൈറ്റ് പരിപാടികൾ തുടങ്ങി ഗ്രില്ലുണ്ടാക്കാനായിട്ട് നിന്നു അതേപോലെ തന്നെ നമ്മുടെ സന്തോഷ് ചേട്ടൻ്റെ ഒരു വേറെ കിഡ്ലൻ സലാഡ് ഉണ്ടായിരുന്നു പീനട്ട് സലാഡ് അതുണ്ടാക്കാൻ സന്തോഷ് ചേട്ടൻ നിന്നു നല്ല കിഡ്ലൻ സലാഡായിരുന്നു കേട്ടോ സെബാസ്റ്റ്യൻ ബ്രോ ആണ് എപ്പോഴും നമ്മുടെ ഗ്രില്ലുണ്ടാക്കുന്നതിൻ്റെ മെയിൻ ആള് അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എല്ലാവരും നേരത്തെ തന്നെ എഴുന്നേറ്റു കേട്ടോ അങ്ങനെ നേരത്തെ എഴുന്നേറ്റ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പോവാം എന്നുള്ളൊരു പരിപാടിയില്ല അടിപൊളി ട്രിപ്പായിരുന്നു നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു സൂപ്പറായിരുന്നു കിഡ് പ്ലേസ് ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ വന്നോളൂ നല്ല പ്ലേസ് അടിപൊളിയാണ് നമ്മുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ കൊടുത്തിരിക്കും ഓക്കെ It was good meeting you all. Thank you very much. അടിപൊളി ട്രിപ്പായിരുന്നു ഓൾമോസ്റ്റ് അടിപൊളിയായിരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു മസ്കറ്റിലും പറയുന്നു സൂപ്പറായിരുന്നു അപ്പോൾ ഞങ്ങളുടെ മൗണ്ടൻ വ്യൂവിൽ സ്റ്റേ ഇന്ന് അവസാനിക്കുകയാണ് ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ അത് എല്ലാവരും കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ഞങ്ങളുടെ ക്യാമറ വെച്ച് കാണിച്ചു എന്തായാലും നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ നമുക്കിവിടെ ഉണ്ടായിരുന്നത് ഇവിടുത്തെ ഗാർഡനും ശരിക്കും ഫാം ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ മുന്നേ പോയിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഫാം ഹൗസ് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ വീട്ടിലോട്ടല്ല പോകുന്നത് എങ്ങോട്ടാണ് ഫസൽ ബ്രോ നമ്മളിപ്പോൾ പോകുന്നത് സർപ്രൈസ് അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം ബൈ